ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ജ്വല്ലറി ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർക്ക് ജ്വല്ലറി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോഴും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ എവിടുന്ന് നമുക്ക് ചീപ്പായിട്ട് ജ്വല്ലറി എടുത്ത് ബിസിനസ് തുടങ്ങാൻ പറ്റും, എത്ര നമുക്ക് മാർജിൻ ഇടാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ജേണിയും പറയാം. നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി തുടങ്ങിയിട്ടുള്ളത് ബ്രോഡ്വേ എന്നായിരുന്നു. ബ്രോഡ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സാധനം എടുത്തിട്ടുണ്ടായത് ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. നമ്മൾ ഫസ്റ്റ് സാധനം എടുത്തിട്ടുണ്ടായിരുന്നത് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ എടുത്തിട്ടുള്ള ജ്വല്ലറി എന്ന് പറഞ്ഞാൽ മേഘ എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറി നിന്നായിരുന്നു. അപ്പോൾ അവിടെ ബ്രോഡ്വേ തന്നെയാണ് കേട്ടോ ആ ഒരു ജ്വല്ലറി. അപ്പോൾ അവിടെ നമ്മൾ പോയ സമയത്ത് ഓൾമോസ്റ്റ് 1 ഇയർ മുമ്പാണ്. മിനിമം പർച്ചേസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഹോൾസെയിൽ മാത്രമേ അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴെന്തോ മിനിമം പർച്ചേസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 5,000 എബോവ് ഒക്കെയാണ്. ബാക്കി എല്ലായിടത്തും ഓൾമോസ്റ്റ് മിനിമം പർച്ചേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ജ്വല്ലറിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ജ്വല്ലറീസൊക്കെ ആയിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉള്ള ജ്വല്ലറി ആയിരുന്നു. അപ്പോൾ ബാക്കി എല്ലാ ഷോപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജ്വല്ലറി എടുക്കാൻ പോകുമ്പോൾ തന്നെ പറയും ഇത്രയാണ് മിനിമം ഓർഡർ, ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പോസിറ്റീവായുള്ളൊരു സപ്പോർട്ട് തരുന്നുണ്ടായില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളൊരു ജ്വല്ലറി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ നമ്മൾക്ക് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എറണാകുളത്തൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചീപ്പായിട്ട് കിട്ടില്ല. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുറത്ത് തന്നെ പോകണം. പിന്നെ നമ്മൾ ചെന്നൈയിലോട്ട് അതുപോലെ തന്നെ മുംബൈയിലോട്ട് പോയി. ചെന്നൈയിലാണെങ്കിൽ സൗത്ത് കാർപ്പറ്റിലാണ് പോയത്. അവിടെയാണെങ്കിൽ ഒത്തിരി ജ്വല്ലറിയുടെ ഹോൾസെയിൽ മാർക്കറ്റുണ്ട്. സൗത്ത് കാർപ്പറ്റിൽ ഒരുപാട് ജ്വല്ലറി ഹോൾസെയിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പോയി എല്ലാ കാര്യങ്ങളും കണ്ടു പഠിച്ചു. അതുപോലെ തന്നെ മുംബൈയിൽ ഭൂലേശ്വർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല കളക്ഷൻസ് നല്ല അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് തുടങ്ങാൻ പോകുന്ന ഒരാളുകളോട് റെഫർ ചെയ്യാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കേരളത്തിൽ നിന്ന് എടുക്കാം. കാരണം നമ്മൾക്ക് അറിയില്ലല്ലോ ഇത് സക്സസ് ആവോ, നല്ല റീച്ച് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പുറത്ത് പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് പുറത്തൊക്കെ പോകണമെങ്കിൽ എന്തായാലും അത്യാവശ്യം എക്സ്പെൻസ് വേണം. പിന്നെ ഫസ്റ്റ് പർച്ചേസ് എന്തായാലും പുറത്തുനിന്നൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലൈൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ജ്വല്ലറി അല്ലേ, നമുക്ക് ചിലപ്പോൾ ഷിപ്പിംഗ് ഒക്കെ അവർ അയച്ചു തരുന്ന സമയത്ത് ചിലപ്പോൾ ഡാമേജ് പ്രൊഡക്റ്റൊക്കെ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കേരളത്തിലെടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്. നമ്മളടുത്ത് മിനിമം പർച്ചേസ് 3,000 ഇപ്പോഴിട്ടോ. ഭാവിയിൽ അതിന് മാറ്റമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി സപ്പോർട്ടൊക്കെ കിട്ടുന്നതാണ്. എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ ഓർഡേഴ്സൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്നൊക്കെ പോയിട്ട് എടുക്കാം. ഇപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമ്മളും കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡ് കവറിങ് ഐറ്റംസാണ്. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ റീച്ച് കിട്ടുമോ അല്ലെങ്കിൽ ബിസിനസ് സക്സസ് ആവുമോ എന്ന് ചോദിക്കുന്നവരോട് ഇപ്പോൾ തുടങ്ങിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ടെങ്കിൽ, മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സ് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാം. ഞങ്ങളും ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഇപ്പോഴും ഓർഡേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഹോൾസെയിലായിട്ട് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ. അതുപോലെ തന്നെ ജ്വല്ലറി ബിസിനസ്സിൻ്റെ ഒരു ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ നമ്മുടെ സ്റ്റാഫിൻ്റെ നമ്പർ തരാം, അതിലോട്ട് മെസ്സേജ് ഇടുവാണെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇത് രണ്ടും ഒരു പാക്കേജായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. നമ്മളോട് ലൈവായിട്ടുള്ള ക്ലാസ്സാണ്, നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൊമോഷണൽ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ആക്സസ് ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. അപ്പോൾ നിങ്ങൾ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പേടിക്കാനൊന്നുമില്ല, സക്സസ് ആവാണ്ടിരിക്കുകയൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ വീഡിയോസ് ഇടാം, നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുക, ഓർഡേഴ്സ് പിടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ധാരണ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാം ട്രെയിനിങ്ങിൽ.
അറ്റൻഡ് ചെയ്തിട്ട് മാസം ഇപ്പോൾ 3 ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത്. 3 പ്രാവശ്യമായിട്ടാണ് നടത്തുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 23ാമത്തെ ബാച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ബാച്ചാണ്. ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ജ്വല്ലറി പർച്ചേസ് ചെയ്യണം, ഫോട്ടോസ് കാണണം എന്നുണ്ടെങ്കിലും ജ്വല്ലറി സ്റ്റാഫിൻ്റെ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ആവും. അപ്പോൾ അതിലാണ് നമ്മുടെ കളക്ഷൻസൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, തുടങ്ങി നോക്കുക. എന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ സക്സസ് ആവുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.